വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓക്കെ, 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഇതൊക്കെയാണ്: വി ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു ടി, അതുപോലെ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. തേർഡ് വൺ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a ഇൻറ്റു എസ്. ഓക്കെ, ഇങ്ങനെ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഈ ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് കൺസിഡർ ചെയ്യുക. വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ നമുക്ക് ആദ്യം ഒബ്ജക്റ്റ് ഇവിടെ അറ്റ് ടി ഈക്വൽ ടു 0, അതിൻ്റെ വെലോസിറ്റി യു ആർ എന്നൊന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഗ്രാഫിൽ അറ്റ് ടി ഈക്വൽ ടു 0 വെലോസിറ്റി എന്ന് പറയുന്നത് യു ആണ്. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ്. ഇനി അറ്റ് ടി ഈക്വൽ ടു ടി സെക്കൻഡ്സ്. ഓക്കെ, ടൈം നമുക്ക് ടി സെക്കൻഡ്സ് എന്നാണ് ടൈം എടുക്കുന്നതെങ്കിൽ അപ്പോഴുള്ള വെലോസിറ്റി ഇവിടെ വി ആണ്. ഓക്കെ, അതായത് ടൈം ടി എന്നുള്ള പോയിന്റിൽ വെലോസിറ്റി വി ആണ്. അപ്പോൾ നമ്മൾ ആ യുവിനെ ഇനീഷ്യൽ വെലോസിറ്റി എന്നാണ് പറയുക. ഓക്കെ, ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി, വിനെ പറയുക ഫൈനൽ വെലോസിറ്റി എന്നാണ്. ഓക്കെ, ലാസ്റ്റ് ഉള്ള വെലോസിറ്റി. ഇനി ആ ടി എന്താണ്? അപ്പോൾ ഇനീഷ്യൽ ടു ഫൈനൽ എടുക്കാൻ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ എടുത്ത ടൈം. ഓക്കെ, അതായത് ടൈം ടേക്കൺ ആണ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആംഗിളിൻ്റെ ടാൻ തീറ്റയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടാൻ തീറ്റ എടുക്കുമ്പോൾ എന്താ നമുക്ക് വേണ്ടത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്ത്ത് വേണം, അതുപോലെ തന്നെ ഇതാണ് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അഡ്ജസൻറ്റ് സൈഡിൻ്റെ ലെങ്ത്ത് വേണം. അപ്പോൾ ഈ ലെങ്ത്ത് എത്രയാണ് നമുക്ക് വരുന്നത്? ഇവിടെ വി മൈനസ് യു ആയിരിക്കും ഈ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, വി മൈനസ് യു. അതുപോലെ ഈ ലെങ്ത്ത് എന്തായിരിക്കും? ടി മൈനസ് 0 അല്ലെങ്കിൽ ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ, അതായത് ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ എ ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ എ ലെഫ്റ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ഇൻറ്റു ടി ഈക്വൽ ടു വി മൈനസ് യു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം? ആ യുവിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു പ്ലസ് എ ടി ഈക്വൽ ടു വി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലേ? കാരണം വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ജസ്റ്റ് സ്ലോപ്പ് എടുക്കുക, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് എന്ന് എഴുതുക, നമുക്ക് ആൻസറായി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇതേ ഗ്രാഫിൽ തന്നെ നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഈ മാർക്കിങ്സ് ഞാൻ കളയാം. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ കർവാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ട്രയാങ്കിൾ വരും നമുക്ക്, അല്ലേ? ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് നമുക്കെന്ത് വേണം? ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, റൈറ്റ്? ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ പ്ലസ് റെക്റ്റാങ്കിൾ ചെയ്താലാണ് നമുക്ക് ആ ഏരിയ അണ്ടർ ദ കർവ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് എഴുതാം? ആദ്യം റെക്റ്റാങ്കിളിൻ്റെ എഴുതാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഈ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? യു മൈനസ് 0 ആണ്. ഓക്കെ, യു മൈനസ് 0 എന്ന് ചെയ്യുമ്പോഴാണ് ഈ ലെങ്ത്ത് കിട്ടുന്നത്. അതായത് ഈ ലെങ്ത്ത് യു ആണ്, ഈ ലെങ്ത്ത് എത്രയാണ്? ടി ആണ്. അപ്പോൾ യു ഇൻറ്റു ടി ആണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ യു ഇൻറ്റു ടി പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു. ഓക്കെ, ഇവിടെ ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അതേ സൈഡ് എന്തായിരുന്നു? വി മൈനസ് യു. അപ്പോൾ വി മൈനസ് യു അതാണ് ഒരു സൈഡ് ഇൻറ്റു ടി, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ഫോർമുല. ഓക്കെ, ഇനി ഇതിന് നമുക്ക് എന്തെഴുതാം? യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ഈ വി മൈനസ് യുവിനെ നമുക്ക് ഇവിടെ നിന്ന് ഫോർമുല കിട്ടിയായിരുന്നു, അല്ലേ? ഇവിടെ നമ്മളൊരു ഫോർമുല കണ്ടു, എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്നുള്ളത്.
അപ്പോൾ ഈ വി മൈനസ് യുവിനെ ഒരു ടി വെച്ച് ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് നമ്മളൊരു ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു ടി മുകളിൽ കിടക്കുന്നുണ്ടായിരുന്നു ഈ ടിയും. ഓക്കെ, അപ്പോൾ വി മൈനസ് യു ബൈ ടി ഇൻറ്റു ടി എന്ന് എഴുതി, അതിനുശേഷം ഇൻറ്റു ടി എന്നും കൂടി എഴുതി. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ വി മൈനസ് യു ബൈ ടി എന്താണ്? എ ആണ്, ആക്സിലറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? യു ടി പ്ലസ് ഹാഫ് എ, പിന്നെ ടി ഇൻറ്റു ടി ഉണ്ട്, അപ്പോൾ ടി സ്ക്വയർ. ഓക്കെ, യു എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് എന്താ പറയുക നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, ഇനി തേർഡ് ഇക്വേഷൻ ചെയ്യാനായിട്ട്, തേർഡ് ഇക്വേഷൻ നമ്മൾ ഗ്രാഫിൽ നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷൻ ആദ്യം കൺസിഡർ ചെയ്യാം. വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ഫസ്റ്റ് എഴുതാം. വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഓക്കെ, അതോ നമ്മൾ ഓൾറെഡി ഇവിടെ പ്രൂവ് ചെയ്തതാണ്. ഇനി നമ്മൾ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് പറ്റും? വി സ്ക്വയർ ഈക്വൽ ടു യു പ്ലസ് എ ടി ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതെന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമാണ്. അപ്പോൾ അത് എഴുതേണ്ടത് എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു യു ഇൻറ്റു എ ഇൻറ്റു ടി. ഓക്കെ, യു ഇൻറ്റു എ ഇൻറ്റു ടി. ഓക്കെ, ഈ യു എന്ന് പറയുന്നത് എയും എ ടി എന്ന് പറയുന്നത് ബി എന്നുള്ള ഫോമിൽ. ഓക്കെ, യുവും എ ടിയും യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു യു ഇൻറ്റു എ ടി പ്ലസ് ഹാഫ് അല്ല പ്ലസ് ബി ടി സ്ക്വയർ. അപ്പോൾ എ ടി സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് പ്രോപ്പറായിട്ട് എഴുതി കഴിഞ്ഞാൽ എന്താണ്? യു സ്ക്വയർ പ്ലസ് 2u എ ടി പ്ലസ് എ സ്ക്വയർ ടി സ്ക്വയർ. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ യു സ്ക്വയർ കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ എ ടി എന്നുള്ളത് കോമൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം എ കോമൺ എടുക്കാം. ഓക്കെ, 2ഉം എയും കോമൺ എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഇക്വേഷനിൽ നമ്മളൊരു 2a എന്നുള്ളത് കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഇവിടെ നിന്ന് 2ഉം എയും പോയി കഴിഞ്ഞാൽ, ഓക്കെ, 2ഉം എയും പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന അവിടെ യു ഇൻറ്റു ടി ആണ്. അപ്പോൾ യു ടി പ്ലസ്, ഇനി ഇവിടെ ആക്ച്വലി 2 ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മളൊരു 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഹാഫ് വരും. എന്നാലല്ലേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 ഇൻറ്റു ഹാഫ് എന്ന് ചെയ്ത് അവിടെ 1 ആവുള്ളൂ. ഓക്കെ, പിന്നെ ഒരു എ പുറത്തെടുത്തു, അതുകൊണ്ട് നമുക്ക് അവിടെ പിന്നെ ബാലൻസ് എ സ്ക്വയറിന് പകരം എ ഉള്ളൂ. ടി അങ്ങനെ തന്നെയുണ്ട്, അപ്പോൾ ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതെന്തായി? പക്ഷേ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്താണ്? നമുക്കിവിടെ എസ് എന്നുള്ള ഫോർമുലയുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ഈക്വൽ ടു എന്തായിരിക്കും? യു സ്ക്വയർ പ്ലസ് 2a ഇൻറ്റു എസ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വി സ്ക്വയർ ആയിരുന്നു. അപ്പോൾ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a എസ്. ഓക്കെ, അതാണ് നമ്മുടെ തേർഡ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഫോർമുല നമുക്ക് യൂസ് ചെയ്യണം, അതുപോലെ ഡിറൈവ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് എളുപ്പം, അങ്ങനെ ചെയ്യാം. ഓക്കെ.